റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ഏതാണ്ട് 3 വർഷത്തോളം പിന്നിടുന്നു. എന്നാൽ ഈ യുദ്ധത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്ക് ഇതുവരെ ആരും ലോകത്തിന് മുന്നിൽ വെച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ കുർസ്ക് മേഖലയിൽ നിന്ന് മാത്രം, അല്ലെങ്കിൽ ആ മേഖല തിരിച്ചു പിടിക്കുന്നതിനിടയിൽ മാത്രം 76,000 ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരം റഷ്യ പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് യുക്രൈൻ്റെ സൈനികരും അതുപോലെ തന്നെ കൂലിപ്പടയാളികളും ഉൾപ്പെടെയാണ് 76,000 പേർ കൊല്ലപ്പെട്ടത്. ഇനി ഈ 3 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ കണക്ക് ഔദ്യോഗികമായി റഷ്യ പുറത്തുവിടുമെന്ന് പറയുന്നു. അങ്ങനെ സംഭവിക്കുന്നത് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിനും അവരെ പിന്തുണയ്ക്കുന്ന നാറ്റോ സഖ്യത്തിനും വലിയ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ലോകത്തിന് മുന്നിൽ ഇത്രയധികം ആളുകളെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് ഉക്രൈന് പിന്തുണ നൽകിയത് ഈ നാറ്റോ രാജ്യങ്ങളാണ്. അത് അവർക്ക് വലിയ ക്ഷീണമാകും. മാത്രമല്ല, ഇപ്പോൾ ഉക്രൈൻ്റെ നല്ലൊരു ഭാഗവും റഷ്യയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞു. കൂടാതെ നോർത്ത് കൊറിയയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ്. ഇപ്പം നോർത്ത് കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ പറയുന്നത് കൂടുതലായി 35,000 മുതൽ 45,000 വരെ സൈനികരെ ഞങ്ങൾ പ്യോങ്യോങ്ങിൽ നിന്ന് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ നോർത്ത് കൊറിയ കൂടുതൽ സൈനികരെ റഷ്യയിലേക്ക് അയക്കുന്നു എന്നർത്ഥം. അപ്പോൾ കുർസ്ക് മേഖല അടക്കം പിടിച്ചെടുക്കാനായിട്ട് റഷ്യൻ സൈനികർക്ക് എല്ലാ പിന്തുണയും നൽകിയത് കൊറിയൻ പീപ്പിൾസ് ആർമി ആയിരുന്നു. അന്ന് 11,000-ഓളം ഈ കൊറിയൻ സൈനികരാണ് അങ്ങോട്ടേക്ക് പോയത്. ഈ കൊറിയ നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിക്കാൻ വേണ്ട പരിശീലനം നൽകുന്നു എന്ന് പറഞ്ഞാണ് ഈ ആർമി അന്ന് അങ്ങോട്ടേക്ക് അയച്ചത്. അത് വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെച്ചിരുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മുന്നറിയിപ്പുമായിട്ട് രംഗത്തെത്തി. അതായത് 50 ദിവസത്തിനുള്ളിൽ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ കനത്ത തിരിച്ചടി റഷ്യയ്ക്കുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതിനെ വ്ളാഡിമിർ പുടിൻ വളരെ പരിഹാസ രൂപേണയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നോർത്ത് കൊറിയയുടെ ആകാശപരിധിയിൽ ജപ്പാനും അമേരിക്കയും ചേർന്ന് വ്യോമാഭ്യാസ പ്രകടനങ്ങൾ നടത്തി. ഈ വ്യോമാഭ്യാസ പ്രകടനം പ്രാദേശികമായി ഞങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് കൃത്യമായ മെസ്സേജ് നോർത്ത് കൊറിയ അയച്ചു. പെട്ടെന്ന് തന്നെ ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ അവർ നിർത്തി. അപ്പോൾ ഇത്തരത്തിലൊരു ഭീഷണി ഉണ്ടാകുന്നുവെന്ന് കിം ജോങ് ഉൻ ഒരു മെസ്സേജ് അയച്ചപ്പോൾ തന്നെ അമേരിക്ക എന്തിനാ പേടിച്ചേ? അപ്പം ഏറെ ആണവായുധങ്ങൾ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന നോർത്ത് കൊറിയയും എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിക്കാൻ പറ്റാത്ത കിം ജോങ് ഉൻ എന്ന ഭരണാധികാരിയെയും അമേരിക്കയ്ക്ക് വലിയ ഭയമാണ്. ഈ റഷ്യയും നോർത്ത് കൊറിയയും തമ്മിലാണ് ഇപ്പോൾ ആയുധ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്, സൈനിക കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഇത് 2016 ജൂണിൽ വ്ളാഡിമിർ പുടിനും കിം ജോങ് മുന്നും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ സൈനിക കരാറ്, അല്ലെങ്കിൽ എന്താ പറയുക, സഹകരണ കരാറൊക്കെ ഒപ്പുവെച്ചത്. അങ്ങനെ ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം ആവശ്യപ്പെട്ടാൽ മറ്റേ രാജ്യം സൈനികരെ വിട്ടു നൽകണം. അതുകൊണ്ട് തന്നെ ഈ കരാറിന് ശേഷം നോർത്ത് കൊറിയയുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ചുമതല റഷ്യയിലേക്കും എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ നോർത്ത് കൊറിയ ധാരാളം സൈനികരെയും അയച്ചു കൊടുത്തു. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ നോർത്ത് കൊറിയയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യയും ഈ പറയുന്ന നോർത്ത് കൊറിയയും തമ്മിലൊരു സൈനിക കരാർ നിൽക്കുന്നത് പോലെ നാളെ ഇറാനുമായിട്ട് ഇത്തരത്തിലൊരു സൈനിക ഉടമ്പടിയിലേക്ക് റഷ്യ പോകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാം. അങ്ങനെ സംഭവിച്ചാൽ ഉത്തര കൊറിയയുടെ പിന്തുണയോടുകൂടി ഇറാനിൽ റഷ്യയ്ക്ക് ഒരു സൈനിക താവളം ഉണ്ടാവും. അങ്ങനെ ഒരു സൈനിക താവളം അവിടെ വന്നാൽ പിന്നെ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഒക്കെ തന്നെ ഈ ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പുതിയൊരു ചേരി അവിടെ രൂപപ്പെട്ടു വരും. റഷ്യ, നോർത്ത് കൊറിയ, ഇറാൻ, ഈ ചേരിക്കൊപ്പം ചൈന ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പാകിസ്ഥാനെ അനാവശ്യമായി പ്രീണിപ്പിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ഇത് തുടർന്നു കഴിഞ്ഞാൽ ഇന്ത്യ നിലപാട് മാറും. അമേരിക്കയുമായിട്ടുള്ള ബന്ധം കുറച്ചുകൊണ്ടുവന്ന് ഈ സഖ്യത്തിനൊപ്പം ഇന്ത്യയും ചേരും. അങ്ങനെയാണെങ്കിൽ ലോകം ഭരിക്കാനായിട്ട് ഒരു റഷ്യൻ ചേരി പുതുതായിട്ട് ഉദയം കൊള്ളുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഇത്രയും കാലം ലോകത്തെ കൈയടക്കി വെച്ചിരുന്ന അമേരിക്കൻ ചേരിയുടെ അവസാനത്തിന് ഇത് തുടക്കം കുറിക്കുകയും ചെയ്യും. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് സ്വാഭാവികമായിട്ടും ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നു ട്രംപ് നിലപാടിൽ നിന്ന് പിന്മാറണം, അനാവശ്യമായ പ്രകോപനത്തിന് പോകരുത്, ഈ കൊറിയൻ്റെ വ്യോമാതിർത്തിയിൽ പോയിട്ട് സൈനിക അഭ്യാസ പ്രകടനം ഒന്നും നടത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് മുന്നിട്ടിറങ്ങുന്നു.
എന്നിട്ട് പറയുന്നത് നിങ്ങൾ ഈ പ്രശ്നത്തിലൊന്നും കയറി അനാവശ്യമായിട്ട് ഇടപെടരുത്, നമുക്ക് ഈ പ്രശ്നം തീർക്കണം. കാരണം ഈ റഷ്യൻ ചേരി ഉയർന്നു വരിക എന്നുള്ളത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കും വലിയ ഭീഷണിയാണ്. കാരണം ഉക്രൈനെ റഷ്യ കീഴ്പ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും അടുത്ത ലക്ഷ്യം, അടുത്ത ശ്രമം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെയായിരിക്കും. അപ്പം റഷ്യൻ ചേരി ആധിപത്യം നൽകുന്ന ഒരു ലോകക്രമത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കരുതെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നോർത്ത് കൊറിയയ്ക്ക് വലിയ പിന്തുണയുമായിട്ട് വ്ളാഡിമിർ പുടിൻ എത്തുന്നുണ്ട്. അതായത് നോർത്ത് കൊറിയയെ ഒന്ന് കൈപിടിച്ചുയർത്തിയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പുടിൻ പറയുന്നു. ഇതിന് കാരണം റഷ്യൻ ആർമിക്ക് എല്ലാ സഹായവുമായി നോർത്ത് കൊറിയൻ ആർമി ഈ ഉക്രൈൻ ആക്രമണത്തിലുണ്ടായിരുന്നു. അപ്പം ദൗത്യം വളരെ നല്ല വെടുപ്പായിട്ട് ചെയ്തു തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സൈനിക നഷ്ടമേ റഷ്യക്കുള്ളൂ. അതിൻ്റെ നന്ദി ഞങ്ങൾക്കുണ്ട്. അപ്പം കൊറിയൻ പീപ്പിൾസ് ആർമിക്ക് വലിയ രീതിയിൽ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് അദ്ദേഹം നേരിട്ട് നോർത്ത് കൊറിയയിലേക്ക് ചെല്ലുന്നു. അവിടെ ഇവരുടെ ഒരു പുതുതായിട്ട് നിർമ്മിച്ച റിസോർട്ടുണ്ട്, വോൺസർ കൽമ റിസോർട്ട്. ഇവിടെ വെച്ച് ചോ സൺ ഗുയി എന്ന് പറയുന്ന നോർത്ത് കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ സൈനികരുടെ രക്തവും ജീവനും ആത്മാർത്ഥതയും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഇതിനുശേഷം കിം ജോങ് ഉന്ന് ഈ പറയുന്ന സെർജി ലാവ്റോവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. എന്നിട്ട് പറയുന്നു, ഉക്രൈന് നേരെ റഷ്യ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും ഞങ്ങൾ നിരുപാധികം പിന്തുണ നൽകും. നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ നോർത്ത് കൊറിയൻ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും കിം ആവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നേരത്തെ റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ 11,000 നോർത്ത് കൊറിയൻ സൈനികരെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അത് 35,000 മുതൽ 40,000 വരെ സൈനികരായിട്ട് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഏറ്റവും കുറഞ്ഞത് 25,000 സൈനികരെയെങ്കിലും നോർത്ത് കൊറിയ അയക്കും എന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും റഷ്യ ഉക്രൈനെതിരെ കടുത്ത നടപടി സ്വീകരിക്കും. ഇപ്പം ഡൊണാൾഡ് ട്രംപ് എന്താ പറയുന്നത്, എത്രയും പെട്ടെന്ന് 50 ദിവസത്തിനുള്ളിൽ ഉക്രൈനിലേക്കുള്ള യുദ്ധം അവസാനിപ്പിക്കണം. ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ഏതാണ്ട് 600ഓളം ആക്രമണങ്ങൾ, അതായത് മിസൈല്, ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഈ പറയുന്ന ഉക്രൈന് നേരെ നടത്തി കഴിഞ്ഞു. അപ്പോൾ ഉക്രൈനിൽ ഏതാണ്ട് 76,000 പേര് കൊല്ലപ്പെട്ടു എന്ന കണക്ക് റഷ്യ പുറത്തുവിടുന്നു. വീണ്ടും ആക്രമണം തുടരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ പറയുന്ന ട്രംപ് നേരത്തെ നമ്മളെ ഭീഷണിപ്പെടുത്തിയതുപോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന റഷ്യയെ ഭീഷണിപ്പെടുത്തിയതുപോലെ 50 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കും. പക്ഷേ ഈ ട്രംപിനെ പേടിച്ചിട്ടല്ല, പകരം ഉക്രൈനെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തി. അങ്ങനെ ഒരു ലോകക്രമത്തിലേക്ക് പോവുകയാണെങ്കിൽ റഷ്യൻ ചേരി ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ സംജാതമാകും. അങ്ങനെ ഒരു അവസ്ഥ സംജാതമായാൽ പിന്നെ അമേരിക്ക പേടിക്കും. കാരണം ഇപ്പം തന്നെ അറബ് രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളൊക്കെ തന്നെ ഈ റഷ്യ നയിക്കുന്ന ചേരിയോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നുണ്ട്. ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ നേതൃത്വം നൽകുന്ന ബ്രിക്സുമായി സഹകരിക്കാൻ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഈ അറബ് രാജ്യങ്ങളാണ്, മുസ്ലിം രാജ്യങ്ങളാണ്. അങ്ങനെ സംഭവിച്ചാൽ ഡോളറിൻ്റെ ഒരു മൂല്യച്യുതിക്ക് ഇടയാകുമ്പോൾ ഡോളറിന് പിന്നെ വിലയില്ലാതെയായി മാറും. അങ്ങനെ കൂടി സംഭവിച്ചാൽ പിന്നീട് അമേരിക്കൻ ചേരിക്ക് ഒരു വിലയില്ലാത്ത അവസ്ഥ ഉണ്ടാകും. ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ അനാവശ്യമായ ഇടപെടൽ എത്രയും പെട്ടെന്നും അവസാനിപ്പിക്കണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ റഷ്യയും നോർത്ത് കൊറിയയും ഇറാനും ചൈനയും ഇന്ത്യയും ഒക്കെ ഒത്തുചേരുന്ന ഒരു വലിയ ചേരി ലോകത്ത് രൂപപ്പെടും. അതിനെ പിന്നീട് എതിർക്കാനോ അതിജീവിക്കാനോ മറ്റ് രാജ്യങ്ങൾക്ക് കഴിയാത്ത സാഹചര്യവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റഷ്യ എടുക്കുന്ന നിലപാടുകളെ മൗനത്തോടെ, അല്ലെങ്കിൽ എന്താ പറയുക, ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ് ഏക ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് നേരിട്ട് രംഗത്തേക്ക് ഇറങ്ങിയത്. ബ്രിട്ടനും ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ പ്രശ്നം രമ്യമായി പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്തായാലും റഷ്യയുടെ നിലപാട് വളരെ നിർണായകമാണ്. കാരണം കൂടുതൽ നോർത്ത് കൊറിയൻ സൈനികർ റഷ്യയിലേക്ക് വന്നാൽ ഉക്രൈൻ്റെ ഏതാണ്ട് ഭൂരിഭാഗം പ്രദേശങ്ങളും പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.